ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ഈ 19 ഏക്കർ അളന്ന് നമ്മുടെ ഈ സ്ഥലം തിട്ടപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ പറയുന്ന എന്ത് തീരുമാനം ഞങ്ങൾ അനുസരിച്ച് തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 100-100 വർഷമായിട്ട് ഇവിടെ താമസിച്ച് വളർന്നു വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ടു പോകാൻ വേറെ വഴിയില്ല. ഇവിടെ തന്നെ ഞങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇത്രയും നാൾ നമ്മൾ സഹകരിച്ചതും ഇതിനോട് ഈ സമരത്തിന് മുന്നിൽ നിന്നതും CPM ജനകീയ സമിതിയാണ്. ഈ പറഞ്ഞ സർക്കാരിനോടും ഇപ്പം നമുക്ക് ഒരു വിരോധമല്ല. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഒരു കേൾക്കുന്നത്. കാരണം ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള വേറെ വഴിയില്ലാന്ന് ഞങ്ങൾക്ക് പറയുന്നത്. ഇന്ന് കോടതി പരിഗണിക്കുകയാണല്ലോ, സർക്കാർ പുനരധിവാസം ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. കാരണം 100-100 വർഷം താമസിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിട്ട് എന്നിട്ട് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. ഈ പുറമ്പോക്ക് ഭൂമി സർക്കാർ അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ ആവശ്യം. ഇല്ല, കാരണം 100-100 വർഷം സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് ഓൾറെഡി. പിന്നെ നമ്മൾ ആർക്കാണ് വിട്ടുകൊടുക്കുന്നത്? സർക്കാർ ഏറ്റെടുത്തുള്ള സ്ഥലം. എന്നിട്ട് ഞങ്ങൾക്ക് പട്ടയം തരണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. മന്ത്രിയുടെ ചർച്ചയിൽ നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. വലിച്ചനൊക്കെയാണ് പോയത്. അവർക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ സമരസമിതിയാണ് ഇത്രയും നാൾ ഇതിന് കൂടെ നിന്നതും ഈ സമരം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നതും. ഈ 14 പ്രാവശ്യം വന്നപ്പോഴും ഇതിന് നേതൃത്വം നൽകിയത് ഈ സമരസമിതി തന്നെയായിരുന്നു. ഈ പറഞ്ഞ ഞങ്ങൾക്കെതിരെ ഒരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇപ്പം ഞങ്ങൾ എല്ലാം കണ്ടാലാണ് 50 പേർക്ക് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സമരസമിതി മുന്നോട്ട് പോകും. അവർ പറയുന്നത് എന്താണോ നമ്മളതനുസരിച്ച് പോകുന്നുള്ളൂ. കാരണം സർക്കാർ ഇപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുക. പക്ഷെ ഞങ്ങൾ ഈ സ്ഥലം വിട്ടു പോയി നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം 100-100 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക്. പങ്കെടുക്കുമെന്ന് ഞങ്ങളുടെ ആവശ്യം. കാരണം അവരാണ് ഈ ആദ്യം മുതലേ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തും അവർ തന്നെയായിരുന്നു.